ഹലോ ഗൈസ്, വെൽക്കം ടു ഫിഷിംഗ് മാൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫിഷിംഗ് റോഡാണ്. നമ്മുടെ ഡൈവേയുടെ പാൻഡം സ്നാപ്പർ 10 ഫീറ്റ് റോഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ റോഡ് നമുക്ക് 7 ഫീറ്റ്, 8 ഫീറ്റ്, 9 ഫീറ്റ്, 10 ഫീറ്റ്. ഞാൻ കൂടുതലും സീ ഷോറിലൊക്കെ നമ്മുടെ കടലിലൊക്കെ കൂടുതലും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. 10 ഫീറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 10 ഫീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ, അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ 10 ഫീറ്റ് റോഡ് വരുന്നത് 2 സെക്ഷൻസ് ആയിട്ടാണ്. നമ്മൾ ഈ 2 സെക്ഷൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മീഡിയം ഹെവിയാണ് വരുന്നത്, MH സീരീസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മീഡിയം ഹെവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആക്ഷൻ കിട്ടുന്ന ചാൻസ് നമുക്കുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ വേറൊരു സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീഡിയം ആക്ഷൻ ആയതുകൊണ്ടായിട്ട് നമുക്ക് നല്ല ലോങ് കാസ്റ്റ് ചെയ്യാനായിട്ട് ലൂറും അതുപോലെ തന്നെ ഷാഡൊക്കെ യൂസ് ചെയ്യാം. അത് നമുക്ക് 100 ഗ്രാംസാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത്. അത് 100 ഗ്രാമിൽ താഴെയുള്ള ലൂറും ഷാഡും എല്ലാം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല എന്താ പറയുക, ഹെവി ആയിട്ടുള്ള ഫിഷിനെ ആണെങ്കിലും നമുക്ക് പിടിച്ച് കയറ്റാൻ പറ്റും. കാരണം ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റോഡാണത്. നമുക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീല് നമുക്ക് നമ്മുടെ കയ്യിൽ നല്ല ശരിക്കും കിട്ടും. അപ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റും ആണ്, നല്ല സ്ട്രോങ്ങും ആണ്. 100 ഗ്രാംസാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് ലൂർ കാസ്റ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ റെയിൽ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 4000 സീരീസ് തൊട്ട് 6000 സീരീസ് വരെയുള്ള റെയിൽസ് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെയിൽ സീറ്റാണ്. അത് നല്ല സ്ട്രോങ് ആണ്. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇളകി കളിക്കുകയോ ഷേക്കിങ്ങോ അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ല ടൈറ്റിലായിട്ട് നല്ല സീറ്റിംഗ് ഇതായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു ഗ്രിപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്. ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു 5, 6, 7 കിലോ ഉള്ളൊരു മീൻ അടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നല്ല ഒരു ഗ്രിപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. കാരണം ഇത്രയും നല്ലൊരു ഗ്രിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഈ പാൻഡം സ്നാപ്പർ റോഡിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂജി ബ്രാൻഡിൻ്റെ ഗൈഡുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ ആൻറ്റി റസ്റ്റാണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഇതാണ് വരുന്നത്, സെറാമിക് ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യുമ്പോഴും റിട്രീവ് ചെയ്യുമ്പോഴും ലൈൻസ് വളരെ സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കാസ്റ്റ് ചെയ്യാനൊക്കെ സുഖമാണ്. റിട്രീവ് ചെയ്യുമ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ ലൈൻസ് വരും. ലൈൻസ് ഒന്നും ഡാമേജ് ആവില്ല. അതുപോലെ തന്നെ ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് നമുക്കിതിന് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ റോഡിനും ഒരുപാട് വെയിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ആണ്. നമ്മളിപ്പോൾ ഈ സോൾട്ട് വാട്ടറിലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ള ഗൈഡ്സൊക്കെ തുരുമ്പൊടിക്കും. ഇതിനങ്ങനെ തുരുമ്പൊടിക്കാനുള്ള ചാൻസസ് ഇല്ല. ഒന്നാമത് കാര്യം ഇത് ഫ്യൂജി ബ്രാൻഡിൻ്റെ ആയതുകൊണ്ടും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇതിൽ ആൻറ്റി റസ്റ്റും കൂടിയാണ്. അപ്പോൾ അധികം ഇങ്ങനെ നമ്മൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കഴുകി തന്നെ വെക്കണം. സോൾട്ട് വാട്ടറിൽ യൂസ് ചെയ്യണവർ പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് നല്ല ഫ്രഷ് വാട്ടറിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റും. അത് എത്ര വലിയ റോഡാണെങ്കിലും ഒരു ആംഗ്ലർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ആംഗ്ലർ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാത്രം കീപ്പ് ചെയ്യുക. നമ്മൾ വൺസ് യൂസ് ചെയ്തിട്ട് കഴുകി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഗൈഡ്സൊക്കെ ഒരിക്കലും നമുക്ക് തുരുമ്പ് പിടിക്കാനോ അല്ലെങ്കിൽ ഈ സെറാമിക്ക് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ അവിടെ ക്ലാവ് പിടിച്ചിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റാണ് ഇതെല്ലാം. ഞാനിത് 10 ഫീറ്റ് എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലിൻ്റെ മുകളിൽ നിന്നും കടലിലേക്കൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ലെങ്ത് ഉള്ള റോഡാണ് എപ്പോഴും നല്ലത്. ഉടക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, നല്ല സ്ട്രോങ് ആണ് ഈ റോഡ്. ഇത് നമ്മുടെ ഗ്രാഫൈറ്റ്, ഗ്ലാസ് ഫൈബർ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ആകെ 347 ഗ്രാംസാണ് വെയിറ്റ് വരുന്നത്. നല്ല സ്ട്രോങ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം നമുക്ക് ഈ റോഡ് വെച്ചിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഫിഷിങ്ങിന് എൻജോയ് ചെയ്യാൻ പറ്റും.
നമുക്ക് ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ റീലും കൂടി വരുമ്പോഴത്തേക്കും നമ്മളിതിൽ ഉപയോഗിക്കുന്ന റീൽസ് എല്ലാം തന്നെ ഒരു 4000 തൊട്ട് 6000 വരെയുള്ള റീൽസ് ആയിരിക്കും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ റോഡും റീലും കൂടി സെറ്റ് ചെയ്ത് വെച്ചുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഫിഷിങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മളൊരു വെയിറ്റ് കുറഞ്ഞ റോഡും റീലൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ റോഡ് ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്നും അടുത്തൊരു സ്റ്റേജിലേക്ക് വരുന്ന ഒരു ആംഗ്ലറിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്കൊരു 5000 റേഞ്ചിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് റോഡാണത്. കാരണം ലൈറ്റ് വെയ്റ്റും നമുക്ക് ഡ്യൂറബിലിറ്റി സ്ട്രോങ് ആണ്, നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു റോഡാണ് ഈ പാൻഡം സ്നാപ്പ് എന്നുള്ളത്. ഇതിൻ്റെ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ പാൻഡം പവറാണ് ഇതിനേലും മികച്ചതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ റിവ്യൂ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക കേട്ടോ.